2024 മെയ് മാസത്തില് വ്യാഴം ഇടവൻ രാശിയിൽ പ്രവേശിക്കുമെങ്കിലും സൂര്യനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മൗഢ്യം സംഭവിക്കും. മൗഢ്യം സംഭവിച്ച വ്യാഴത്തിന് ബലമില്ല. ഈ വ്യാഴം ജൂൺ 3 മുതൽ മൗഢ്യം മാറി ബലവാനായിട്ട് വരും. ഈ വ്യാഴം ബലവാനാവുമ്പോൾ മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തികകാല് എന്നീ നക്ഷത്രങ്ങൾക്ക് വ്യാഴം ധനസ്ഥാനമായ 2-ൽ വരും. ഈ 2-ൽ വരുന്ന വ്യാഴം കർമ്മസ്ഥാനമായ 10-ലേക്ക് ദൃഷ്ടി ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമൃദ്ധിയും, തൊഴിലിൽ നിന്ന് ധാരാളം ധനം ലഭിക്കും. കുബേര ഭഗവാൻ ഇവർക്ക് കനിഞ്ഞ് അനുഗ്രഹം കൊടുക്കും. സൽകീർത്തി ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാവിധ പ്രതാപങ്ങളോടും കൂടിയുള്ള സ്ഥാനമാനങ്ങളും ലഭിക്കും. അടുത്തത് ഈ യോഗമുള്ളത് കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം, മുക്കാല്, അത്തം, ചിത്ര, അര എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾക്ക് വ്യാഴം 9-ൽ സഞ്ചരിച്ച് സർവ്വവിധ ഭാഗ്യവും ഐശ്വര്യവും ധനവും ഉത്കൃഷ്ട സ്ഥാനമാനങ്ങളും സൽകീർത്തി, ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിത ധനാഗമ ഭാഗ്യം എന്നിവ സിദ്ധിക്കും. മാത്രമല്ല ഇവർക്ക് പൂർവിക സ്വത്ത് ഈ സമയത്ത് വന്നു ചേരാനുള്ള ഒരു അവസരം കൂടിയാണ്. പൂർവിക സ്വത്ത് മാത്രമല്ല, സ്വയാർജിത സ്വത്തും ഈ കാലഘട്ടത്തിൽ തൊഴിൽ ചെയ്തും അതുപോലെ തന്നെ വേറെ പിതൃസ്വത്ത് കിട്ടിയും അങ്ങനെ പല രീതിയിലും ഇവർക്ക് ധനങ്ങള് ഭൂമി ലാഭവും കുമിഞ്ഞുകൂടും. ഇനി അടുത്തത് വരുന്നത് അടുത്ത ഈ രാജതുല്യമായ ഇത് കേസരി യോഗം വരുന്ന നക്ഷത്രം മകരക്കൂർ നക്ഷത്രമാണ്. മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം, മുക്കാല്, പിന്നെ തിരുവോണം, അവിട്ടം വരാം. ഈ നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേകത വെച്ചാൽ വ്യാഴം സന്താനഭാവം 5-ൽ സഞ്ചരിച്ച് ഭാഗ്യസ്ഥാനമായ 9-ലേക്ക് ദൃഷ്ടി ചെയ്യും. അപ്പോൾ സർവ്വവിധ ഭാഗ്യങ്ങളും അഭീഷ്ടസ്ഥിതിയും വരും. 9-ലേക്ക് മാത്രമല്ല, ഇത് 11-ലേക്കും ദൃഷ്ടി ചെയ്യും. 11 വെച്ചാൽ അഭീഷ്ടസ്ഥിതി സ്ഥാനമാണ്. എന്ത് കാര്യങ്ങളും വിചാരിച്ചാലും നടക്കും. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കും, ലോട്ടറി എടുത്താൽ ലഭിക്കും, ചിട്ടി കൂടിയാൽ നറുക്ക് വീഴും. അത് എവിടെ ചെന്നാലും അവരെ പ്രത്യേകം എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവരതിൽ വളരെയധികം വിജയിക്കും. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയും. അപ്രതീക്ഷിതമായ ജയം മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഇതിന്റെ ഉയർന്ന പൊസിഷനിലേക്ക്, ഇപ്പോൾ ഒരു പഞ്ചായത്തിലേക്കൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ അതുപോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഇവര് പരിഗണിക്കപ്പെടും. അതായത് രാജതുല്യമായ കേസരി യോഗം എന്ന് പറയും. കേസരി യോഗത്തിന് തുല്യമായ എല്ലാവിധ പ്രാധാന്യത്തോടെ ഇവര് പരിഗണിക്കപ്പെടാവുന്ന ഒരു അവസരമാണ് ഈ കാലഘട്ടം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.